ഹലോ ഗായ്സ്, അപ്പോൾ ഒരു സൺറൈസോടെ നമ്മുടെ ഡേ തുടങ്ങുകയാണ്. സോ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു സീ ടൂർ പോകാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ. അപ്പം നമ്മളിതേ ഹാർബറിലെത്തി. ഇനി നമ്മൾ നമ്മുടെ കാറ്റമറൻ ബോട്ടിലാണ് ഇന്നത്തെ സീ ടൂർ. സോ അതിനെ ലക്ഷ്യം വെച്ച് നമ്മൾ നടക്കുകയാണ്. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ കാറ്റമറനിൽ കയറി ഇരുന്ന് സാധനങ്ങളെല്ലാം വലിച്ച് സെറ്റിൽഡ് ആയപ്പോൾ അവർ ഞങ്ങൾക്കൊരു ഫോം തന്നു. അതിൽ സ്വിമ്മിങ് അറിയാവോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് ഞങ്ങൾ ഫില്ല് ചെയ്ത് അവർക്ക് കൊടുത്തു. അങ്ങനെ നമ്മുടെ സീ ടൂർ സ്റ്റാർട്ടായി. എല്ലാവരും നല്ല റിലാക്സ് മോഡിലായിരുന്നു. ഇതിനകത്ത് തന്നെ നമുക്ക് ഡ്രിങ്ക്സൊക്കെ അൺലിമിറ്റഡ് ആയിട്ടുണ്ട്. സോ എല്ലാവരും അതൊക്കെ കുടിച്ച് ഡാൻസൊക്കെ ചെയ്ത് നല്ല റിലാക്സ് മോഡിൽ എൻജോയ് ചെയ്യുമായിരുന്നു. കാറ്റമറൻ്റെ ഏത് സൈഡിലിരുന്നാലും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഞാനും നൈസായിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് ഇരുന്ന് ആസ്വദിക്കുകയായിരുന്നു. ഇതാണ് എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് ഇൻ കാറ്റമറൻ. നല്ല സുഖമായിരുന്നു ആ ഗ്ലാസും വെച്ച് അത് ആ റോപ്പിൽ ഇങ്ങനെ കിടക്കാൻ. അപ്പം നമ്മുടെ സീ ടൂറിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ് എത്താറായി. നമ്മൾ ഡോൾഫിനെ കാണാൻ പോവുകയാണ്. ഞാൻ നടന്ന് വെരി എക്സൈറ്റഡ് ആണ് ടു സീ ഡോൾഫിൻ. അതിൻ്റെ കൂടെ കളിക്കാനൊക്കെ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. Wow. ഈ സെക്ഷൻ എത്തുമ്പോൾ നമുക്കും വെള്ളത്തിലേക്ക് ഇറങ്ങാം. എന്നിട്ട് നല്ല രസമാണ്. ഡോൾഫിൻ്റെ കൂടെ നമുക്ക് ഇൻട്രാക്റ്റ് ചെയ്യാം. ഡോൾഫിൻ അതിനൊരു ഗൈഡുണ്ട്. സോ ഗൈഡ് പറയുന്നതനുസരിച്ച് ഡോൾഫിൻ ക്ലാപ്പ് ചെയ്യും, ഡൈവ് ചെയ്യും, പല പല കാഴ്ചകളാണ്. ലെറ്റ്സ് സീ ദാറ്റ്. ഈ സെക്ഷനാണ് ഞാൻ പറഞ്ഞത്. നമുക്കിങ്ങനെ ഡോൾഫിനെ തൊടാൻ പറ്റും. അതിങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് വന്ന് നമുക്കിങ്ങനെ തൊടാം. അപ്പോൾ അത് പതുക്കെ എൻ്റെ അടുത്ത് വരുന്നത് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് നിൽക്കുകയാണ്. നീന്തലൊന്നും അറിയത്തില്ല. ഒരു ലൈഫ് ജാക്കറ്റിൻ്റെ ബലത്തിലാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ അത് അടുത്ത് വരാൻ വേണ്ടി ഐ ആം വെയിറ്റിംഗ്. അങ്ങനെ എൻ്റെ വെയിറ്റിംഗ് അവസാനിച്ച് ഡോൾഫിൻ എൻ്റെ അടുത്തെത്തി. ഇതാ ഞാൻ തൊടാൻ പോവുകയാണ്. തൊട്ടു. ദ മോസ്റ്റ് അവൈറ്റഡ് ഡോൾഫിൻ എന്നെ കിസ് ചെയ്തു. നമ്മൾ ഡോൾഫിനെ തൊട്ട് കിസ്സൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ഡോൾഫിനൊരു പേരുണ്ട്. അവൻ്റെ പേരാണ് ഫെറാറി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫെറാറിയുടെ കുറച്ച് പെർഫോമൻസുകൾ കണ്ടു. ഇതുകൂടാതെ നമുക്ക് ഡോൾഫിനായിട്ട് സ്വിം ചെയ്യാം, ഡൈവ് ചെയ്യാം, അങ്ങനെ വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ എക്സ്ട്രാ കുറച്ച് ഡോളേഴ്സ് അടയ്ക്കണം അതിനൊക്കെ. ഞാൻ പിന്നെ അതിന് പോയില്ല. ബിക്കോസ് എനിക്ക് സ്വിമ്മിങ് അറിയാത്തതുകൊണ്ട് എല്ലാം കണ്ട് ആസ്വദിച്ച് വീഡിയോ എടുത്തിട്ട് പതുക്കെ നടന്നു. ഇതൊരു അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. ഡോൾഫിനെടുത്ത് ഒരാളെ ഇങ്ങനെ പൊക്കി എറിയുന്നു. ഇത് അടിപൊളിയായിരുന്നു. എനിക്ക് സ്വിമ്മിങ് അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇത് ചെയ്യുമായിരുന്നു.
അപ്പം നമ്മൾ ഡോൾഫിനെയൊക്കെ കണ്ട് നമ്മുടെ ബോട്ടിലേക്ക് കയറി നമ്മളിനി നെക്സ്റ്റ് നമ്മുടെ യാത്ര തുടരുവാണ്. അപ്പം നമ്മൾ നമ്മുടെ സെക്കൻഡ് സ്റ്റോപ്പിലേക്ക് എത്തി. അതാണ് സ്നോർക്കലിംഗ് ഏരിയ. ഇവിടെ നമുക്ക് ഇറങ്ങണമെങ്കിൽ നമുക്ക് സ്വിമ്മിങ് അറിഞ്ഞിരിക്കണം. കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു ആദ്യം നമ്മളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു എന്ന്. അതിൽ നമ്മൾ സ്വിമ്മിങ് അറിയാവോ ഇല്ലെന്നൊക്കെ അവർക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം അറിയാവുന്നവരെയാണ് അവർ ഇറക്കുന്നത്. ഇത് നല്ലൊരു കാഴ്ചയായിരുന്നു. സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞിപ്പോൾ ഏകദേശം ഒരു ആഫ്റ്റർനൂണായി. ഇനി നെക്സ്റ്റ് ലഞ്ച് ടൈമാണ്. അതിനുവേണ്ടി അവർ പതുക്കെ നമ്മുടെ ബോട്ട് അടുപ്പിക്കുകയാണ് ഒരു ഐലൻഡിലേക്ക്. കയോ ബ്ലാങ്കോ ഐലൻഡാണ്. അവിടെയാണ് നമ്മുടെ ലഞ്ചൊക്കെ ആക്ച്വലി നമ്മുടെ ഈ ടൂറിൽ ഇൻക്ലൂഡഡ് ആണ്. പ്ലേറ്റൊക്കെ എടുത്ത് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ലോബ്സ്റ്ററാണ്. അത് നമുക്ക് ലൈവായിട്ട് അവർ നല്ല ചൂടോടെയാണ് തരുന്നത്. കണ്ടോണേ, ഇപ്പോൾ ഒരു കോമഡി ഉണ്ട്, കണ്ടോ. ഇതാണ് പാവം ഞാൻ. അവസാനം കിട്ടി. അത് കഴിഞ്ഞ് കണ്ടോ അടുത്ത ചേട്ടൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും കണ്ടോണേ പിന്നെ എന്നെ പറ്റിച്ചു. അങ്ങനെ നമ്മുടെ ലഞ്ച് കിട്ടി, ലോബ്സ്റ്റർ ലഞ്ച്. അപ്പോൾ അവിടെ നല്ലൊരു ഡൈനിങ് പ്ലേസ് ഉണ്ട് വിത്ത് ലൈറ്റ് മ്യൂസിക് ഒക്കെ ഉള്ള. അപ്പം അവിടെ പോയി വേഗം ഞങ്ങൾ കഴിക്കട്ടെ. അപ്പം ലഞ്ചൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ഇനിയൊന്ന് മനസ്സ് നിറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ കയോ ബ്ലാങ്കോ ഐലൻഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. സൈഡിലൊക്കെ കണ്ടില്ല തെങ്ങ്, അത് കണ്ടപ്പോൾ കറക്റ്റ് ഒരു നാടിൻ്റെ ഫീലിംഗ് ആണ് വന്നത്. നമ്മൾ നമ്മുടെ എക്സ്പ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞ ഐലൻഡിൽ നിന്ന് ബോട്ടിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരെയും ഒന്ന് ഉന്മേഷമാക്കാൻ വേണ്ടി നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ എല്ലാവർക്കും സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞു. എല്ലാവരും അതിനകത്ത് ഡാൻസും പാട്ടും അടിച്ച് പൊളിയാണ്. ബ്യൂട്ടിഫുൾ സൺസെറ്റും കൂടെ കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സീ ടൂർ അവസാനിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ 1 ഡേ സീ ടൂർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.